ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യൽ ഇടിയപ്പമാണ്. ഈ ഇടിയപ്പത്തിന് നമുക്ക് കറി വേണ്ട, അടിപൊളി ടേസ്റ്റുമാണ്. അതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇടിയപ്പം ഉണ്ടാക്കാൻ 250 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന് വറുത്ത് പൊടിച്ച അരിപ്പൊടി തന്നെയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ വേണം. അതേപോലെ ഈ ഇലയിലാണ് നമ്മൾ ഇടിയപ്പം പരത്തുന്നത്. ആ ഇലയിൽ നമുക്ക് കുറച്ച് നെയ്യാണെന്നുണ്ടെങ്കിൽ പുരട്ടി വയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങയിൽ ശർക്കര ഇട്ട് കൊടുക്കണം. ശർക്കരയാണെങ്കിൽ ഇവിടെ പൗഡർ ശർക്കര ആയതുകൊണ്ട് ഞാനത് പാനിയാക്കിയില്ല, ഡയറക്റ്റ് അത് നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് അരിപ്പൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല ഇളക്കിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. ഇതേപോലെ സോഫ്റ്റായിട്ടിരിക്കണം. ഇത് നല്ല മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പീച്ചാനൊന്നും ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്. നമുക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വെക്കാവുന്നതേ ഉള്ളൂ. ഈ മാവ് ഇത്രയും സോഫ്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പീച്ചാനും എളുപ്പമാണ്. അപ്പം ഞാൻ തേങ്ങയിൽ നല്ല ശർക്കരയിട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇടിയപ്പം പീച്ചുന്നത് നല്ല വലുതായിട്ട് പീച്ചണം. ചെറിയ ഇടിയപ്പമല്ല, ഈ ഇലയിൽ നല്ല ഫുള്ളായിട്ട് നമുക്ക് പീച്ചിയെടുക്കണം. ഇത്രയും വലിപ്പത്തിൽ വേണം ഇടിയപ്പം പീച്ചാൻ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മിഡിലിൽ ശർക്കരയും തേങ്ങയും നമുക്ക് വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. കണ്ടോ എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞത്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ ശർക്കര വെച്ച് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുക, എത്രയേ ഉള്ളൂ. ഈസിയാണ്. കണ്ട ഇത്രയും വലിപ്പത്തിൽ വേണം നമുക്ക് ഇടിയപ്പം പീച്ചെടുക്കാൻ. ഈവനിങ് ചായയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇതെടുക്കാം. എന്നുവെച്ചാൽ കറിയൊന്നും വേണ്ടല്ലോ, ഇത് കുറച്ച് സ്വീറ്റായിട്ടിരിക്കും. നമ്മൾ ശർക്കര ഇതൊക്കെ വെക്കുന്നതുകൊണ്ട് സ്വീറ്റായിട്ടിരിക്കും. ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഇതിരിക്കുന്നത്. ഇലയിൽ നമ്മൾ ശർക്കര വെച്ചതിന് ശേഷം ഇങ്ങനെ ഇല റോൾ ചെയ്തെടുക്കണം. ഇടിയപ്പം കണ്ട ഇങ്ങനെ റോൾ ചെയ്ത് വേണം എടുക്കാൻ. എന്നിട്ട് വേണം നമുക്ക് ഇഡ്ഡലി തട്ടി വെച്ച് വേവിച്ചെടുക്കാൻ. ഒരു 8 മിനിറ്റൊക്കെ മതി ഇത് വേവാൻ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സോഫ്റ്റായിട്ടാണ് പരത്തിയേക്കുന്നത്. ഇവിടെ അതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ശർക്കരയുടെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത്തയ്ക്ക ചെറിയ പീസിൽ കട്ട് ചെയ്ത് വെച്ചാലും അതൊരു വേറെ ടേസ്റ്റാണ്, പഴുത്ത ഏത്തയ്ക്ക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.